സ്വന്തം വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം പഴയ കാലത്തൊരു സ്വഭാവം ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല, ഭക്ഷണമൊക്കെ പുറത്തുനിന്ന്. വീട് വിശ്രമിക്കാൻ വേണ്ടി വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം. അതാണ് വീടിന്റെ ഒരു ബറക്കത്ത്. അതുപോലെ തന്നെ അന്തകുലൂമിൻ ബുയൂത്തിക്കും ബുയൂത്തി അബായിക്കും, ഇവിടെ ഒരു 11 നമ്പർ അള്ളാഹു എണ്ണുന്നുണ്ട്. അവരെ വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാം. അതിലും ചില ആളുകൾക്കൊരു മടിയാണ്. എങ്ങനെ ഇപ്പൊ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാം? ഏതാണ് രണ്ടാമത് എണ്ണിയത്? വാപ്പാരെ വീട്. അതൊരു തറവാട് അങ്ങനെ ഉണ്ടല്ലോ, ഉപ്പാന്റെ വീട് എന്ന് പറയും. ഔ ബുയൂത്തി ഉമ്മഹാത്തിക്കും, ഉമ്മമാരെ ഭവനങ്ങൾ, ഉമ്മാരെ തറവാട്. അവിടെയും പോയി ഭക്ഷണം കഴിക്കുന്നതിനൊരു കുഴപ്പമില്ല. സ്വന്തം വീട് പോലെ കരുതാൻ പറ്റുന്ന വീടാണത്. ഔ ബുയൂത്തി ഇഖ്വാനിക്കും, നിങ്ങളുടെ സഹോദരന്മാര് ജ്യേഷ്ഠാഞ്ചന്മാരുടെ വീടുകൾ. ഔ ബുയൂത്തി അഖവാത്തിക്കും, സഹോദരിമാരുടെ ഭവനങ്ങൾ. ഔ ബുയൂത്തി അമാമിക്കും, അതുപോലെ തന്നെ ഔ ബുയൂത്തി അമാമിക്കും, നിങ്ങളുടെ ഉപ്പയുടെ സഹോദരന്മാരുടെ വീടുകൾ. ഔ ബുയൂത്തി അമ്മാത്തിക്കും, നിങ്ങളുടെ അമ്മായികളുടെ വീടുകൾ അഥവാ ഉപ്പയുടെ സഹോദരിമാരുടെ വീടുകൾ. ഔ ബുയൂത്തി അഖ്വാലിക്കും, നിങ്ങളുടെ അമ്മാവന്മാരുടെ വീടുകൾ, സ്വന്തം ഉമ്മാന്റെ സഹോദരന്മാരുടെ വീടുകൾ, ഉമ്മാന്റെ ജ്യേഷ്ഠൻ ഉമ്മാന്റെ അനുജൻ. ഔ ബുയൂത്തി ഖാലാത്തിക്കും, എളാമ മൂത്തമ്മമാരുടെ ഭവനങ്ങൾ, മാതൃ സഹോദരിമാരുടെ വീടുകൾ. ഔ മാ മലക്തും മഫാത്തിഹഹു, താക്കോല് നിങ്ങൾ സൂക്ഷിക്കുന്ന ചില വീടുകളുണ്ട്. അതാരെ വീടാണ്? അയൽവാസിയുടെ വീടാണ്, പരിചയക്കാരന്റെ വീടാണ്. നിങ്ങളാണ് ആ വീട് നിർമ്മിച്ച് ഇന്ന് നിങ്ങൾ പരിപാലിക്കുന്നത്. നിങ്ങളുടെ ആരും അല്ല അദ്ദേഹം. പക്ഷേ വിശ്വസ്തത എന്നുള്ള നിലക്ക് താക്കോല് നിങ്ങളുടെ കയ്യിലാണ്. കുടുംബസമേതം വിദേശത്താണ്. ഒരു ഭക്ഷണം ആ വീട്ടിൽ വെച്ചുണ്ടാക്കി കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ആ വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കണം, അവിടെ തന്നെ ഉണ്ടാക്കി കഴിക്കണം, ഒരു വിരോധമില്ല. ഔ സ്വദീഖിക്കും, നിങ്ങളുടെ സുഹൃത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിനും പ്രശ്നമില്ല. ഈ 11 വീടുകൾ എണ്ണിയില്ലേ? പലപ്പോഴും നമ്മൾ കേറിയിറങ്ങേണ്ട വീടുകളാണ്. ഇവിടെയൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല. അടുത്ത ബന്ധുക്കളാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയത്. ഒഴിവാക്കാൻ പറ്റാത്തവരാണ്. ചിലർ സ്വന്തം വീട്ടിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്നുള്ള തിയറിയാണ്. അങ്ങനെയുണ്ട് ചില ആൾക്കാർക്ക്. അങ്ങനെ വരാൻ കാരണം എന്താ പറയുക? എപ്പോഴും അങ്ങനെ വിശ്വാസം. മറ്റോലെ വീട്ടിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പോഴേ അവരെന്തെങ്കിലുമൊക്കെ അതിൽ ചേർത്തിട്ട് തന്നാലോ, പിന്നെ അത് ഉള്ളിൽ നിന്ന് പുറത്ത് വരാൻ കിട്ടൂല. പുറത്തെടുക്കാൻ ചിലപ്പോൾ മന്ത്രം കൊണ്ട് മറ്റൊന്നും കഴിഞ്ഞില്ല എന്നൊക്കെ വരും. അവര് നമ്മളെ കുടിക്കാലോ. ഒരു വിശ്വാസം വേണ്ട സഹോദരങ്ങളെ, ഒരു പ്രശ്നവും വേണ്ട.